വീണേ എന്താ ഇതാരായിരിക്കുന്നത് മനസ്സിലായോ? ശ്രീശേട്ടൻ. അതൊക്കെ പണ്ട്. ഇപ്പൊ മൂപ്പര് ജിമ്മിലൊക്കെ പോയി ജിംനാസ്റ്റിക് താരാൻ പോലെ മിസ്റ്റർ കോട്ടൂർ ആവാനുള്ള ശ്രമത്തിലാ. ഈ കൊളവയറും വെച്ചിട്ടോ? ശരിയാണോ? അത്യാവശ്യം കുറേ വെറുതെ ഇരിക്കല്ലേ, പിന്നെ വയറ് ചാടി തടി മെയിൻറ്റെയിൻ ചെയ്യണം, അങ്ങനെ കുറേശ്ശെ പോണേ ഉള്ളൂ. സംസ്കൃതത്തിൽ പറയുന്നുണ്ട്, അനാഭ്യാസവും വിഷം വിദ്യ. അഭ്യാസം ചെയ്യാണ്ടിരുന്നാൽ അത് തന്നെ വിഷമാണെന്ന്. എന്നാ പിന്നെ യോഗ അല്ലായിരുന്നോ നല്ലത്? യോഗയ്ക്ക് പോയിക്കൂടായിരുന്നോ? ഒക്കെ മടിയാവുന്നു. ഒരു ദിവസം ചെയ്താൽ പിന്നെ പിറ്റേന്ന് വേറെ എന്തെങ്കിലും പൂജയ്ക്ക് വേണ്ടോ അതിന് വേണ്ടോ, അപ്പോൾ അത് നടക്കില്ല. അപ്പം ഞാൻ വെച്ചാൽ ഇതിൽ പോയാലേ, ജിമ്മിൽ പോയാലേ ഒരു സുഖമാണ്. ചില ചെറുപ്പക്കാരൊക്കെ വന്നിട്ട് മസിൽ പിടിക്കണമൊക്കെ കാണുമ്പോഴേ ഒരു സുഖമാണ്. അതിലും അങ്ങനെ നമുക്ക് ചെയ്യണം തോന്നുകയൊക്കെ ചെയ്യും, പ്രേരണ ഉണ്ടാവും. പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, എന്തൊക്കെ ഈ ജിമ്മെന്നൊക്കെ പറഞ്ഞാലും യോഗയുടെ ഗുണം വേറെ തന്നെ. യോഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയാണ്, പിന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഒരു റിലാക്സേഷൻ കിട്ടുന്നൊരു കാര്യമാണ് ഈ യോഗ എന്ന് പറയുന്നത്. ജിമ്മ് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ പോയി വെറുതെ വലിച്ചും ഒരു സുഖമില്ല. അതിന് നിങ്ങളെ മസിൽ പിടിക്കണമെന്നില്ല, ഞാനവിടെ പോയിട്ടൊന്നും ചെയ്യാറില്ല, ആ വെയിറ്റ് എടുക്കാറൊന്നുമില്ല. അവിടെ പോയിട്ട് യോഗയെ ചെയ്യാറുള്ളൂ. ഈ കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യും, യോഗ ചെയ്യും, ഇങ്ങനെ പ്രാണായാമം ചെയ്യും, അത്രയൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. പിന്നെ അതില്ലാത്ത ചെയ്താ പോരെ? ഇല്ലാത്ത നടക്കില്ല. ആത്തേമാർ, കുടുംബം, പശു, തേവാരം, കുളി, എന്തൊക്കെ ഗുരുമാലുകളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ചെയ്യാൻ ആരും സമയം ഉണ്ടാവില്ല. എന്താ ഇങ്ങനെ ഈ പിന്നെ ജിമ്മിൽ പോവാനുള്ള കാരണം എന്താ? അതെ, ഞാൻ പട്ടാളത്തിൽ കുറേയൊക്കെ ജിമ്മ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പട്ടാളം വിട്ട് വന്നപ്പോൾ ക്രമാതീതമായിട്ട് വയറൊക്കെ വർദ്ധിച്ചു, തടി കൂടി. ഇപ്പം എത്ര വെയിറ്റ് എന്നറിയോ? 500 ഗ്രാമാണ് കുറവ് ഒരു കിൻഡലിന്. അങ്ങനെ ഞാൻ അനവധി വഴികൾ അന്വേഷിച്ചു, ഒന്നും നേരെയില്ല. കുറേ മറ്റേ ഈ ഗുളികയൊക്കെ വാങ്ങി കഴിച്ചു നോക്കി, ആത്തേമാരൊക്കെ എടുത്ത് കളഞ്ഞു, അതൊക്കെ ചത്തു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ അവസാനം കണ്ടോങ്കല മനോജേട്ടൻ്റെ അടുത്തെത്തി. അത് അദ്ദേഹത്തിൻ്റെ കൂടെ വെളിച്ചപ്പാടിൻ്റെ ഈടും കൂറും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ മുറ്റത്ത് വിരിച്ച ഈ ഇഷ്ടിക വെട്ടുക എന്നല്ലാണ്ട് എൻ്റെ തടി കുറയുന്നില്ല. എന്നാൽ പിന്നെ അങ്ങനെയാണ് ഞാൻ ജിമ്മിൽ പോകാൻ തീരുമാനിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞ ശ്രീശേട്ടൻ ഡെയിലി ജിമ്മിൽ പോകാൻ തുടങ്ങി അല്ലേ? ഡെയിലി ഒന്നും പോകാറില്ല, മാസത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, ഏറിയ 2 ദിവസം. അപ്പോഴീ കലശം ഇതൊക്കെ ഉത്സവമൊക്കെ പോകണ്ടേ, അതിനൊക്കെ പോകണ്ടേ, പൂജകളുണ്ടാവും. മാസത്തിൽ 1-2 തവണ, അത്രയേ ഉള്ളൂ. അത് ശരി, അത് ഇത്തിരി കൂടിപ്പോയി. ഒരു 3-4 മാസം കൂടുമ്പോ പോയാൽ മതിയായിരുന്നു. അതായത് ഒരു 6 മാസത്തിൽ ഒരിക്കൽ പോയാലും മതി. അതെ, അങ്ങനെയാണെങ്കിൽ കറക്റ്റ് നിങ്ങള് മിസ്റ്റർ ഇന്ത്യ ആയി മാറും. മിസ്റ്റർ ഇന്ത്യ.